മുൻഗാമികളിൽപ്പെട്ട അബൂബക്കർ ഇബ്നു അയ്യാഷ് റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, നിന്റെ ജീവിതത്തിൽ ഒരു നിമിഷവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ, ഒരു നന്മ സമ്പാദിക്കാൻ നീ പാഴാക്കരുത്. ഒരു നിമിഷം പോലും നീ വെറുതെയാക്കരുത്. റമളാനിൽ എന്ന് മാത്രമല്ല, നിന്റെ ജീവിതകാലം മുഴുവൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലൗ സഖത മിൻ അഹദികും ദിർഹമുൻ ലവല്ല യൗമുഹു യഖൂൽ ഇന്നാ ലില്ലാഹി ദഹബ ദിർഹമി. നിങ്ങളിൽ ഒരാൾ അവന്റെ നിത്യജീവിതത്തിൽ ഒരു ദിവസം ഒരു ദിർഹം അവന് പാഴായാൽ, ഒരു രൂപ അവന് നഷ്ടം സംഭവിച്ചാൽ, അവൻ ആ നഷ്ടത്തിന്റെ പേരിൽ ഖേദിക്കും. എന്റെ ഒരു രൂപ പോയല്ലോ, എന്റെ ഒരു ദിർഹം പാഴായല്ലോ. അവൻ പരിതപിക്കും, അവൻ വിഷമിക്കും. വഹുവ യദ്ഹബു ഉംറുഹു വലാ യഖൂലു ദഹബ ഉംരി. ദിവസവും ദിനരാത്രങ്ങളിലൂടെ അവന്റെ ആയുസിന്റെ ഏടുകൾ കൊഴിഞ്ഞു പോകുകയാണ്. അവന്റെ അവധിയുടെ ഇലകൾ അത് വാടിത്തളർന്ന് നാമാവശേഷമാകുകയാണ്. ആയുസ് അവന്റെ ജീവിതത്തിൽ നടന്നു പോകുകയാണ്. അവനാരും പറയുന്നില്ല ദഹബ ഉംരി, എന്റെ ആയുസിൽ ഒരു ദിവസമാണല്ലോ പോയത്, എന്റെ ആയുസിൽ ഒരു രാത്രിയാണല്ലോ, ഒരു പകലാണല്ലോ ഈ പോയത് എന്നവരാരും പറയുന്നില്ല. വഖദ് കാന ലില്ലാഹി അഖ്വാമുൻ യുബാദിറൂന അൽ-ഔഖാദ് വയഹ്ഫളൂന അസ്-സആഅത് വയുലാസിമൂനഹാ ബിത്ത്വാഅത്. അല്ലാഹുവിനെ ശ്രേഷ്ഠരായ ചില അടിമകൾ ഉണ്ടായിരുന്നു. നമ്മുടെ മുൻഗാമികൾ, സലഫ് സ്വാലിഹീങ്ങൾ, സഹാബത്ത്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയുള്ള നന്മകളിൽ മത്സരിച്ചവരായിരുന്നു. ഒരു സമയവും പാഴാക്കാതെ തിരക്കിട്ട് മുന്നേറിയവരായിരുന്നു. അവർ സമയങ്ങളെ ഇബാദത്തുകൾ കൊണ്ട് പരിരക്ഷിച്ചവരായിരുന്നു. അവർ അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഇസ്തിഖാമത്തിൽ നിരന്തരം സ്ഥിരതയോടെ നിലകൊണ്ടവരായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഭൃത്യനായ നാഫിഅ ഒരിക്കൽ പറയുകയാണ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ മുത്തബിഉ സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിതത്തിൽ ഒപ്പിയെടുത്തവൻ എന്ന സ്ഥാനപ്പേര് നൽകപ്പെട്ട മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാത്രയിൽ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വലാ മുഫ്തിറൻ ഫി ഹദരി, അദ്ദേഹം നാട്ടിലുണ്ടെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. സുന്നത്ത് നോമ്പുകൾ അത്രമേൽ അദ്ദേഹം അധികരിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. താബിഇയായ സാബിത്തുൽ ബുനാനി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, മാ തറക്തു ഫിൽ മസ്ജിദ് സാദിനതൻ ഇല്ലാ വഖതംതുൽ ഖുർആൻ ഇൻദഹാ. മസ്ജിദുകളിൽ, അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ എവിടെയെങ്കിലും ഒരു തൂണുണ്ടെങ്കിൽ ആ തൂണിനരികിൽ ഇരുന്ന്, ആ തൂണിന്റെ ചാരത്തിരുന്ന് അല്ലാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യാത്ത ഒരു തൂണും മസ്ജിദുകളിൽ, അദ്ദേഹം പോയിരുന്ന മസ്ജിദുകളിൽ കാണാൻ സാധിക്കുകയില്ല എന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മുൻഗാമികൾ ചിലർ പറഞ്ഞു, ഓരോ ദിവസവും 1000 റക്അത്ത് 1000 ആയത്തുകൾ പാരായണം ചെയ്ത് ഞാൻ രാത്രി നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഒരു റക്അത്തിൽ സൂറത്തുൽ ബഖറയോളം ദൈർഘ്യം പാരായണം ചെയ്ത് ഞാൻ രാത്രി നിസ്കരിക്കാറുണ്ടായിരുന്നു. മുൻഗാമികൾ ചിലർ അവരുടെ ചെറുപ്രായക്കാരെ തൊട്ടുണർത്താറുണ്ടായിരുന്നു ഇബാദത്തുകൾക്കുള്ള പ്രോത്സാഹനമായി. ഈ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറയുന്നു, സലഫു സ്വാലിഹീങ്ങൾ അവരുടെ ഇബാദത്തിന്റെ പൊതു സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ ഖുർആൻ മുഴുവൻ ഖത്തം ഓതി തീർക്കുക എന്നുള്ളത്. ആഴ്ചയിൽ ഒരിക്കൽ അവരുടെ പൊതു സമ്പ്രദായമായിരുന്നു. റമദാനിലോ ചിലപ്പോൾ ഒരു ദിവസം തന്നെ 1ഉം 2ഉം അതിലധികവും അവർ ഖത്തം ഓതി തീർക്കാറുണ്ടായിരുന്നു. റമദാനിലല്ലാത്തപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ അവരിൽ അധിക പേരും അവരുടെ പൊതു നടപടിയായിരുന്നു ഖുർആൻ ഖത്തം ഓതി തീർക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അംർ ഇബ്നു ഹാനി റഹിമഹുല്ലാ അദ്ദേഹം എപ്പോഴും അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ എവിടെയാണെങ്കിലും, ഏതവസ്ഥയിലാണെങ്കിലും, ജോലിയിലാണെങ്കിലും, യാത്രയിലാണെങ്കിലും, ഡ്രൈവിംഗിലാണെങ്കിലും, പണിത്തിരക്കിലാണെങ്കിലും നമ്മുടെ നാവ് ചലിപ്പിച്ചാൽ എത്ര ദിക്റുകളുടെ പ്രതിഫലമാണ് നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റുകൾ അറിയാത്തവരാരാണുള്ളത്? കണക്കില്ലാതെ എണ്ണമില്ലാതെ എപ്പോഴും നമുക്ക് ചൊല്ലിക്കൂടെ? മഹാനായ അംർ ഇബ്നു ഹാനി റഹിമഹുല്ലാ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ദിക്ർ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഒരു ദിവസം എത്ര തസ്ബീഹ് ചൊല്ലും? അദ്ദേഹം പറഞ്ഞു, 100,000 ഇല്ലാ മാ തുഖ്തിഉൽ അസാബി. എന്റെ വിരലുകൾക്ക് പിഴച്ചിട്ടില്ലെങ്കിൽ ഒരു ദിവസം ഞാൻ 1,00,000 തസ്ബീഹ് അള്ളാഹുവിന് വേണ്ടി ചൊല്ലാറുണ്ടായിരുന്നു എന്ന്. ഒരു 100 തസ്ബീഹ് ചൊല്ലാൻ നമുക്ക് എത്ര സമയം വേണം? നമുക്ക് എത്ര പ്രയത്നം വേണം? ശീലമാക്കിക്കൂടെ? മഹാനായ മൻസൂർ ഇബ്നു മുഅ്തമിർ റഹിമഹുല്ലാ അദ്ദേഹം 40 വർഷം തുടർച്ചയായി രാത്രി നിസ്കാരം ഒഴിവാക്കാത്തവനായിരുന്നു. രാത്രി സജീവമാക്കി നിസ്കരിച്ചിരുന്നവരായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു രാത്രി, മിക്ക രാത്രികളും അദ്ദേഹം കരച്ചില്ലായിരിക്കും. 40 വർഷം ആലോചിക്കണം നിങ്ങൾ.
ഫർള് നിസ്കാരത്തെ പറ്റിയല്ല പറഞ്ഞത്. തഹജ്ജുദ് ഒഴിവാക്കാത്ത മനുഷ്യൻ, അദ്ദേഹം രാത്രി നിസ്കാരത്തിൽ നിന്ന് കരയുകയാണ്. രാത്രി നിസ്കാരത്തിന് ശേഷം കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ഉമ്മ ഇത് കണ്ടിട്ട് എഴുന്നേറ്റ് വന്നു. യാ ബനി ഖതൽത ഖതീലൻ, മോനെ നീ വല്ലവരെയും കൊന്നോ? നിനക്കെന്തെങ്കിലും കയ്യബദ്ധം സംഭവിച്ചോ? എന്തിനാണ് ഈ കരയുന്നത്? രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചിട്ടും. അദ്ദേഹം പറഞ്ഞു, അന അഅലമു ബിമാ സനഅതു ബിനഫ്സി, എനിക്കറിയാം എന്റെ കരങ്ങൾ കൊണ്ട് ഞാൻ പ്രവർത്തിച്ച തിന്മകൾ എന്താണെന്ന്. എനിക്ക് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഉമ്മ ഞാൻ ഈ കരയുന്നത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ്. അബൂബക്കർ ഇബ്നു അയ്യാസ് റഹിമഹുല്ല, നേരത്തെ പറഞ്ഞു ഞാൻ, അദ്ദേഹം മരണത്തോടടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി അദ്ദേഹത്തിന്റെ അരികിൽ വന്ന് കരയാണ്. അബൂബക്കർ ഇബ്നു അയ്യാസ് റഹിമഹുല്ല തന്റെ സഹോദരിയെ ആശ്വസിപ്പിക്കുകയാണ്. എന്തിന് നീ കരയണം? എന്റെ പരലോകത്തെ കുറിച്ച് ഓർത്ത് നീ കരയരുത്. ദുനിയാവിൽ വിട്ടേച്ചു പോകുന്നതിനെ കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമമില്ല. ലാ തബ്കി. എന്നിട്ട് അദ്ദേഹം തന്റെ വീടിന്റെ ഒരു മൂലയിലേക്ക് ചൂണ്ടി പറഞ്ഞു, എന്റെ സഹോദരി, ഇന്നഹു ഖദ് ഖതമ അഖൂക ഫി ഹാദിഹി സാവിയ 18,000 ഖത്മത്തിൻ. ഇതാ നമ്മുടെ വീടിന്റെ ഈ മൂലയിൽ ഞാൻ 18,000 പ്രാവശ്യം ആ മൂലയിലിരുന്ന് അള്ളാഹുവിന്റെ കലാം പരിപൂർണമായി പാരായണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആയുസ്സിനടക്കം 18,000 പ്രാവശ്യം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.